ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയപ്പോൾ കാഞ്ഞങ്ങാട് ടൗൺ ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. നബിദിനത്തെ സ്വാഗതം ചെയ്യാൻ പള്ളികളൊക്കെ, മുസ്ലിം പള്ളികൾ എല്ലാം വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരുപക്ഷെ ഞാൻ ആദ്യമായി കാണുന്നത് കൊണ്ടായിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അതിശയം തോന്നുന്നില്ലേ? പള്ളികളൊക്കെ എന്ത് ഭംഗിയിലാണെന്നോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. സത്യത്തിൽ ഓണം അടുത്തപ്പോൾ പുതിയ ഓണക്കോടി വാങ്ങാൻ ഒരു സമയം കിട്ടിയില്ല. മക്കളൊക്കെ രാത്രിയാണ് ഓഫീസിൽ നിന്ന് വരുന്നത്. അവർ രാത്രി 9 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ. പിന്നെ എവിടെയാ സമയം? അങ്ങനെ നമ്മൾ ഓണത്തിന് ഒരു 2-3 ദിവസം ഉള്ളപ്പോൾ എന്തായാലും നാട്ടിൽ പോകുമ്പം നാട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം. അങ്ങനെ കുറേ കടമ്പകളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ 2-3 ദിവസം മുമ്പ് രാത്രി വണ്ടിയെടുത്ത് കാഞ്ഞങ്ങാടേക്ക് പോയി. നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ റോഡിന് ഇരുവശത്തും ഒരുപാട് പള്ളികളുണ്ട്. പലപ്പോഴും ഞാൻ ഈ പള്ളികളുടെയൊക്കെ പേര് വായിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തവണ ഓണമാണല്ലോ, അപ്പോൾ കേരള സാരി, കേരള മുണ്ട് നാട്ടിലുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സെറ്റും മുണ്ടും സെറ്റ് സാരിയൊക്കെ വാങ്ങണമല്ലോ. അങ്ങനെ പല ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങി. പിന്നെ എവിടെയും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. മകൾക്ക് ഓഫീസിൽ ഓണ പ്രോഗ്രാം ഉണ്ട്, അതിന് കൊടുക്കണം. മകനും ഓഫീസിൽ അവർക്കും ഓണ സെലിബ്രേഷനൊക്കെ ഉണ്ട്. മോളുടെ ഓഫീസിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഈ റോഡിലുള്ള ഈ മനോഹര സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് യാത്ര ചെയ്തു. ഇത്രയും വൈകിയത് കൊണ്ടായിരിക്കാം അമ്പലങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. എന്നാൽ ചില അമ്പലങ്ങളിൽ ഗണപതി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രി ഇത്രയും വൈകിയത് കൊണ്ടായിരിക്കാം ആളുകളൊക്കെ അമ്പലങ്ങളിലൊക്കെ കുറവാണ്. ഇവിടെയുള്ള പല ഷോപ്പിംഗ് കോംപ്ലക്സുകളും നന്ദിലത്, മൈജി തുടങ്ങിയ മറ്റ് ഇലക്ട്രോണിക് ഷോപ്പുകളും എല്ലാം രാത്രി വരെ തുറന്നിട്ടുണ്ട്. അതും ആളുകൾക്ക് സൗകര്യം തന്നെയാണ്. രാത്രി എത്ര വൈകിയാലും ഷോപ്പിംഗ് ചെയ്യാമല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെയുള്ള പള്ളികളിലുള്ള ദീപാലങ്കാരങ്ങളാണ്. നോക്കൂ, എന്ത് മനോഹരമാണ്. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ ഞാനിത് ആദ്യമായി കാണുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ഇമാനുവൽ സിൽക്സിലെത്തി. അവിടെ മുമ്പിൽ തന്നെ മഹാബലിയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ അടുത്ത സൈഡിലായി ഒരു ആനയുണ്ട്. ആളുകളൊക്കെ നല്ല തിരക്ക് പിടിച്ച് ഷോപ്പിംഗ് നടത്തുകയാണ്. ശരിക്കും വലിയൊരു ഷോപ്പ് തന്നെയാണ് ഇമാനുവൽ സിൽക്സ്. രാത്രി 11 മണി ആയിട്ടുകൂടി ആളുകൾ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സെലക്ഷനുണ്ട്. പിന്നെ പുരുഷന്മാരുടെ സെക്ഷൻ വേറെ, എല്ലാത്തിനും വേറെ വേറെ സെക്ഷനാണ്. പിന്നെ കേരള സാരി, കേരള മുണ്ട്, അതിൻ്റെ സെക്ഷൻ വേറെ തന്നെയുണ്ട്. ശരിക്കും നമുക്ക് നല്ല സെലക്ട് ചെയ്യാൻ അത്രയും ഉണ്ട്. കുറേ മറ്റുള്ള ഷോപ്പിൽ കറങ്ങി വെറുതെ സമയം കളഞ്ഞു. ഇത് കണ്ടോ, ഇതിൻ്റെ എൻട്രൻസിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഷോപ്പ് അടക്കാനായിട്ടുണ്ട്. എന്നിട്ട് ഓരോ ആളുകൾ ഓടി ഓടി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഈ വർക്ക് ചെയ്യുന്നവരൊക്കെ, തൊഴിലാളികളൊക്കെ അതൊക്കെ അടിച്ച് വാരിക്കുകയാണ്. ശരിക്കും നമ്മൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട തുണികളൊക്കെ വാങ്ങി പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ ഇത്ര നേരത്തെ കഠിന പ്രയത്നം കൊണ്ട് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു
ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പ് തേടി ഇങ്ങനെ ഹോട്ടലുകളൊക്കെ മിക്കതും അടഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് തട്ടുകട നോക്കി പിന്നെ യാത്ര തുടർന്നു. അപ്പോഴുണ്ട് ഒരു കഫെ തുറന്നിട്ടിരിക്കുന്നു. രാത്രി വളരെ വൈകിയും അവിടെ ആൺകുട്ടികൾ ഇരുന്ന് ചെറുപറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ കടയിൽ ചെന്ന് ചായ കുടിച്ചു. എല്ലാവരും പുറത്ത് ചെയറിട്ട് സൗകര്യങ്ങളുണ്ട്. ഇതാണ് തൃക്കണ്ണാട് അമ്പലം. ഗണപതി പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഭക്തജനങ്ങളൊന്നുമില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ്. അങ്ങനെ സംതൃപ്തിയോടുകൂടി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം.